നമ്മളിപ്പോൾ ഗൂഗിൾ ആഡ് ഗ്രൂപ്പിലേക്ക് എത്തിയിട്ടുണ്ട്. രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മുടെ വെബ്സൈറ്റ് ഇവിടെ കൊടുത്താൽ തന്നെ നമുക്ക് നമ്മൾ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കീവേഡ്സുകൾ തരും. ഈ കീവേഡ്സിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ അല്ലാത്ത ഓപ്ഷൻ ഉണ്ട്. ഇത് ഒഴിവാക്കിയിട്ട് നമുക്ക് പകരം എന്ത് ചെയ്യാം, നമ്മുടെ പ്രൊഡക്റ്റ് കൊടുക്കും. ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റ് അല്ലെങ്കിൽ വെബ്സൈറ്റ് ഡിസൈൻ സർവീസ് എന്ന് കൊടുക്കാം. വെബ്സൈറ്റ് ഡിസൈൻ എന്ന് കൊടുത്താൽ, എന്നിട്ട് അതിൻ്റെ കീവേഡുകൾ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ തന്നാൽ നമ്മൾ അതിൻ്റെ കീവേഡ്സ് നമുക്ക് എടുത്തരും. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ കീവേഡ് പ്ലാനറിൽ പോയിട്ട് കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യാം. ഓക്കെ, അവിടുന്ന് പോയിട്ട് നമ്മൾ കീവേഡ് പ്ലാനർ എന്നുള്ള ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ട്, കൃത്യമായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. സോ അതിൽ പോയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് ചെയ്യാം. ഇവിടെ കുറേ വന്നിട്ട് ഇ കൊമേഴ്സ് വെബ്സൈറ്റ് ഡിസൈൻ, അഡോബ് വെബ്സൈറ്റ് ഡിസൈൻ. അപ്പോൾ നമ്മളുടേതല്ലാത്ത കീവേഡുകൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡെൻ്റൽ വെബ്സൈറ്റ് ഡിസൈൻ കമ്പനീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, വേർഡ് പ്രസ് വെബ്സൈറ്റ് ഡിസൈൻ. നിങ്ങൾ ഏതൊക്കെ സർവീസാണ് ഇതിൽ കൊടുക്കുന്നത് അത് നമുക്ക് മാച്ച് ആവാത്ത കീവേഡ്സുകൾ കൊടുക്കാം. സോ 3 ടൈപ്പ് ഓഫ് കീവേഡുകളുണ്ട് ഗൂഗിൾ ആഡിൽ. 3 ടൈപ്പ് ഓഫ് കീവേഡുകളുണ്ട്. ഓക്കെ, അപ്പോൾ കീവേഡിൽ ബ്രോഡ് മാച്ച് എന്ന് പറയും. ബ്രോഡ് മാച്ച് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്നത് ബ്രോഡ് മാച്ചാണ് എന്ന് പറഞ്ഞാൽ ഇതോ റിലേറ്റഡ് ആയിട്ടുള്ളതോ ആയ ഇതിൻ്റെ മറ്റ് മീനിങ്ങുകൾ വരുന്നതും ആയിട്ട് എല്ലാ സ്ഥലത്തും ഇതുമായി ഏകദേശം ഒരു മാച്ച് വരുന്നത് ആയിട്ടുള്ള ഏതൊരു സ്ഥലത്തും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പരസ്യം കാണിക്കാം എന്നാണ് ഇപ്പോൾ അവരോട് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നമ്മളിപ്പോൾ ഇതിൻ്റെ സൈഡിൽ അല്ലെ ഏതെങ്കിലും കീവേഡിൻ്റെ സൈഡിൽ വെബ് ഡിസൈനിങ് കമ്പനി ഇതാണ് ഫ്രൈസ് മാച്ച്. അഥവാ നിങ്ങൾക്ക് ഇവിടെ അടിയിൽ ചെയ്തിട്ടുണ്ട് ഈ ഫ്രൈസ് മാച്ച് എന്ന് പറഞ്ഞാൽ ഈ ഒരു വെബ് ഡിസൈനിങ് കമ്പനി എന്നൊരാൾ സെർച്ച് ചെയ്യുമ്പോൾ ആ ഒരു വേർഡ് അതിൽ വരണം കറക്റ്റായിട്ട്. ആ ഫ്രൈസ് വെബ് എന്നുള്ളത് ചെറിയ മാറ്റങ്ങൾ വന്നു, അപ്പോൾ വെബ് ഡിസൈൻസ് കമ്പനി എന്ന് വന്നാലും കുഴപ്പമില്ല. ഏകദേശം അഥവാ ആ ഒരു ഫ്രൈസ് അതിൽ കൃത്യമായിട്ട് വന്നിരിക്കണം. അപ്പോൾ നിങ്ങൾ ഗുഡ് വെബ് ഡിസൈൻ കമ്പനി എന്ന് കൊടുത്താലും നമ്മളെ പരസ്യം വരും. പക്ഷേ നമ്മൾ അതിൻ്റെ ഇടയിൽ വേറൊരു മീനിങ് മാറിയിട്ട് അതോ ഇതിൻ്റെ ഇടയിലോ, പക്ഷേ മറ്റുള്ള ഷോപ്പിഫൈ ബെസ്റ്റ് വെബ് ഡിസൈൻ എന്നൊക്കെ പഠിച്ചാലും നമ്മൾ പരസ്യങ്ങൾ വന്നേക്കാം. പക്ഷെ ഇവിടെ അങ്ങനെ സംഭവിക്കില്ല. ഇവിടെ ഈ ഒരു ഫ്രേസ് ആ ഒരു പരസ്യത്തിലുണ്ടെങ്കിൽ മാത്രമേ നമ്മളിത് വരുള്ളൂ. മാത്രമല്ല ഇപ്പം നമ്മൾ ആപ്ലിക്കേഷനിലാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ ലിങ്കുകൾ അതിൻ്റെ അടിയിൽ ഞാൻ റെഫർ ചെയ്യുന്ന ലിങ്കുകൾ നിങ്ങൾക്ക് അതിൻ്റെ അടിയിൽ ആഡ് ചെയ്ത് വെക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് ആ വെബ്സൈറ്റിൽ ആ പേജിൽ കയറിയിട്ട് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. ഇതിൻ്റെ ഡീപ്പായിട്ടുള്ള പേജുകളുണ്ട്. ഓക്കെ, ഇനിയുള്ളതാണ് എക്സാക്റ്റ് മാച്ച്. എക്സാക്റ്റ് മാച്ച് എന്ന് പറഞ്ഞാൽ ഷോപ്പിഫൈ നമ്മൾ ഇങ്ങനെ ചെയ്താൽ ഇത് എക്സാക്റ്റ് മാച്ച് എന്ന് പറഞ്ഞാൽ ആ ഒരു വേർഡ് കറക്റ്റായിട്ട് തന്നെ അതിൽ വന്നിരിക്കണം. ഓക്കെ, ഒരു വേർഡ് നിങ്ങൾക്ക് ഈ സ്ക്വയർ ആയിട്ടുള്ള ബ്രാക്കറ്റ് കൃത്യമായിട്ട് അതിൽ വന്നിരിക്കണം. ഓക്കെ, അങ്ങനെ വന്നാൽ മാത്രമേ ഉള്ളൂ അത് എക്സാക്റ്റ് മാച്ച് ആവുള്ളൂ. എന്ന് പറഞ്ഞാൽ ഷോപ്പിഫൈ വെബ് ഡിസൈനിങ് എന്ന് തന്നെ എക്സാക്ട്ലി ഒരാൾ സെർച്ച് ചെയ്താൽ മാത്രമേ ഉള്ളൂ അതിൽ അയാളുടെ പരസ്യം കാണിക്കുക. ഇങ്ങനത്തെ സമയത്ത് ഒപ്റ്റിമൈസേഷൻ അഥവാ ക്വാളിറ്റി സ്കോർ നമുക്ക് കൂടാൻ സാധ്യതയുണ്ട്. സോ നമ്മൾ ഭയങ്കര PPC എക്സ്പേർട്ടൊക്കെ ആവുകയാണെങ്കിൽ നിങ്ങൾ എക്സാക്ട്ലി ഡിസൈൻ ചെയ്ത് അഥവാ ഏതൊക്കെ കീവേഡാണ് എക്സാക്റ്റ് വരുന്നത് ആ കീവേഡിനെ റിസർച്ച് ചെയ്ത ശേഷം എക്സാക്റ്റ് ആയിട്ടുള്ള കീവേഡ് എന്താണോ അതന്നെ കൊടുത്തു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പൈസ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ കഴിയും. ക്വാളിറ്റിയുള്ള കസ്റ്റമേഴ്സിനെ മാത്രം കൊണ്ടുവരാനും സാധിക്കും. സോ ഇത്രയാണ് കീവേഡിൽ നമ്മൾ വരുന്നത്. പിന്നെ ഓരോന്നിലും ഈ ഒരു സെർച്ച് ആഡിൽ കീവേഡ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് എത്രത്തോളം നല്ല ക്വാളിറ്റിയുള്ള കീവേഡ്സ് നിങ്ങളതിൽ കൊണ്ടുവരാൻ പറ്റുമോ അതൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്ത് വെക്കാം. ഓക്കെ, എങ്കിലും അവർ റിജക്റ്റ് ചെയ്യും. ചില സെർച്ച് ഇല്ലാത്ത കീവേഡുകളൊക്കെ നമ്മൾ പരസ്യത്തിൽ നിന്ന് അവർ ഓട്ടോമാറ്റിക്കലി ഒഴിവാക്കും. സോ ഇനിയുള്ളത് 3ാമത്തെ സ്റ്റെപ്പാണ് ആഡ് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. അഥവാ നമ്മൾ പരസ്യം ചെയ്യാൻ പോകുന്ന ആഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്.